ഹായ് ഫ്രണ്ട്സ്, വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ആംപ്ലിഫയറുമായി റിലേറ്റഡ് ആണ്. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് മോഡൽ ഏതാണെന്ന്. SSB-45M ആണ്. അപ്പോൾ ഇത് നമുക്കിന്ന് പരിചയപ്പെടാം. ഇതൊരു അഹൂജയുടെ ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് മൈക്ക് 1 ആണ്. മൈക്ക് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. മൈക്ക് 1ൻ്റെ വോളിയമാണിത്. അതുപോലെ തന്നെ മൈക്ക് 2 ഇവിടാണ്, അതിൻ്റെ വോളിയമാണിത്. പിന്നുള്ളത് മൈക്ക് 3 ആണ്. മൈക്ക് 3 അല്ലെങ്കിൽ ഓക്സിലറി ആയിട്ടുള്ള കണക്ട് ചെയ്യാനാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് സെലക്ടർ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെലക്ട് ചെയ്യാം, മൈക്ക് വേണോ അല്ലെ ഓക്സിലറി ആയിട്ടുള്ളത് കണക്ട് ചെയ്യാനാണോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വോളിയമാണ് ഇവിടെ. ആ വോളിയം നമുക്ക് കോമൺ ആണ്, രണ്ടിനും കൂടെ കോമൺ ആണ്. നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഇവിടുത്തെ വോളിയം. പിന്നുള്ള കൺട്രോളർ ബാസ് കൺട്രോളറാണ് ഇവിടെ നിന്നുള്ളത്. ബാസ്. പിന്നുള്ളതൊന്ന് ട്രിബിൾ കൺട്രോളറാണ്. പിന്നീടുള്ളത് ഇവിടെ പവർ ഓൺ ഓഫ് സ്വിച്ചാണ്. ഇവിടെ നമുക്ക് പവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ്. പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാലുള്ള ലൈറ്റാണ് ഇവിടെ. ഇവിടെ ഒരു മോണിറ്റർ എന്ന് പറഞ്ഞിട്ട് LED കൂടി ഉണ്ട്. മോണിറ്റർ ഇവിടെ പവറിൻ്റെ LED ആണുള്ളത്. ഇവിടെ നമുക്ക് ഇൻഡിക്കേഷൻ തരാൻ വേണ്ടിയുള്ള LED ആണ്. ഞാൻ ഓൺ ചെയ്ത് കാണിക്കാം. നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ഇതാണ് എൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ നമുക്ക് മെയിൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള 2 പിൻ കണക്ടർ വരുന്നുണ്ട്, കേബിൾ വരുന്നുണ്ട്. 2 പിൻ കേബിളാണ് മെയിൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്. പിന്നെ ഇവിടെ ഉള്ളത് ഫ്യൂസാണ്. ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് നമുക്ക് 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് സപ്ലൈ ചെയ്യാം. നമുക്കിപ്പം കറണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് 12 വോൾട്ട് ബാറ്ററി ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും. പിന്നുള്ളത് എർത്തിങ് ആണ്. എർത്തിങ് മസ്റ്റായിട്ട് കൊടുക്കണം. ഇവിടെ എർത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കണക്റ്റാണ് കൊടുത്തേക്കുന്നത്. പിന്നുള്ളത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയാണ്, സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കണക്ടറാണ് കൊടുത്തേക്കുന്നത്. ഇത് കോമാണ്. ഇവിടെ കോം കണക്ട് ചെയ്യണം. ഇവിടെ 100 വോൾട്ട് എന്ന് കൊടുത്തേക്കുന്നിടത്ത് നമുക്ക് LMT ത്രൂ, ലൈൻ മാച്ചിങ് ട്രാൻസ്ഫോമർ ത്രൂ ആണ് നമ്മൾ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. പിന്നുള്ളതാണ് കോം 4 ഓം, 8 ഓം, 16 ഓം ആണ്. അപ്പം നമുക്ക് നമ്മുടെ സ്പീക്കറിൻ്റെ ഓം അനുസരിച്ച് നമുക്കിവിടെ കണക്ട് ചെയ്യാം. കോമിലും നമ്മുടെ സ്പീക്കർ 4 ഓം ആണെങ്കിൽ 4 കണക്ട് ചെയ്യുക, 8 ഓം ആണെങ്കിൽ 8 കണക്ട് ചെയ്യുക, 16 ഓമിൻ്റെ സ്പീക്കറാണെങ്കിൽ അതിൽ കണക്ട് ചെയ്യുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രീ ആംപ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ മൈക്രോഫോണിലൂടെ സംസാരിക്കുന്നതിൻ്റെ ആ സിഗ്നലിനെ പ്രീ ആംപ്ലിഫിക്കേഷൻ നടത്തിയതിന് ശേഷം, ചെറുതായിട്ട് ആംപ്ലിഫിക്കേഷൻ നടത്തിയതിന് ശേഷം, ആ പ്രീ ആംപ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പവർ ആംപ്ലിഫയറിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ആംപ്ലിഫിക്കേഷൻ, അത് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഔട്ട്പുട്ടായിട്ട് എടുക്കാൻ പറ്റും. പ്രീ ആംപിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ 2 ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2N3055H എന്ന് പറഞ്ഞ 2 മെറ്റാലിക് ടൈപ്പ് NPN ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെയധികം ഹീറ്റ് ആകുന്നതുകൊണ്ടാണ് ഈ ബോഡിയുമായിട്ട് തന്നെ ഇത് അറ്റാച്ച് ചെയ്തേക്കുന്നത്. വളരെയധികം ഹീറ്റ് ആകുന്നതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഈ പ്രോഡക്റ്റിൻ്റെ, ഈ ആംപ്ലിഫയറിൻ്റെ സീരിയൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടിയിൽ കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റ് ഓഫ് ആൻ അഹൂജ എൻ്റർപ്രൈസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അഹൂജയുടെ ഒരു പ്രോഡക്റ്റാണ്. നമുക്കിത് ഓപ്പൺ ചെയ്തതിനാകും ഒന്ന് നോക്കാം. ഞാനിത് ഓപ്പൺ ചെയ്ത് ഇതിനകം മൊത്തം പൊടിയായിരുന്നു, ഞാൻ ഡസ്റ്റായിരുന്നു. ഞാൻ എല്ലാം ബ്ലോർ ചെയ്തെടുത്തതാണ്. ഇവിടെ ഇത് ഇവർ ടെസ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. The 4
ഇൻറ്റേർണൽ യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഡേറ്റ് കൊടുത്തേക്കുന്നത് 20 ജൂണാണ്. 92 ആണ് കൊടുത്തേക്കുന്നത്. 1992 അവർ ടെസ്റ്റ് ചെയ്ത് ഇറക്കിയതാണ്. അപ്പോൾ ഏകദേശം ഒരു 32 വർഷം പഴക്കമുള്ള സാധനമാണിത്. ഇതിൻ്റെ ഇൻപുട്ട് സൈഡുള്ള ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഇതാണ് മെയിൻസ് കണക്ട് ചെയ്യുന്ന കേബിള്. ഇവിടെ മെയിൻസ് കണക്ട് ചെയ്യുന്നു, ഫേസ് ന്യൂട്രൽ ഇതിലേ വരുന്നു. ഇതിലേ വന്നു കഴിയുമ്പോൾ ഫേസ് ന്യൂട്രൽ നേരെ ഇവിടെ വന്നിട്ട് ഈ സ്വിച്ചിലേക്കാണ് പോകുന്നത്. ഈ ഫ്രണ്ട് സൈഡിൽ നമ്മുടെ പവർ സ്വിച്ചിലേക്ക് പോകുന്നു. ഈ പവർ സ്വിച്ചിലേക്ക് വരുന്നു. പവർ സ്വിച്ചിൽ നിന്ന് നേരെ ഔട്ടായിട്ട് ഈ 2 വയറുണ്ടോ, ഈ 2 വയർ തിരിച്ച് വരുന്നുണ്ട്. ഈ 2 വയറിൽ ഒരു വയർ നേരെ ട്രാൻസ്ഫോമറിലേക്ക് പോകുന്നുണ്ട്. ഈ 2 വയർ വന്നിട്ട് ഒരു വയർ, ഇപ്പോൾ ഈ ഗ്രീൻ വയർ നേരെ ട്രാൻസ്ഫോമറിലേക്കാണ് പോകുന്നത്. ട്രാൻസ്ഫോമറിലേക്ക് വരുന്നുണ്ട്. പിന്നൊരു വയർ നേരെ ഫ്യൂസിലേക്കാണ് പോകുന്നത്. ഇത് ഫ്യൂസാണ്. നേരെ ഫ്യൂസിൽ പോയിട്ട് ഫ്യൂസിൽ നിന്നാണ് റിട്ടേൺ ആയിട്ട് വീണ്ടും വന്ന് ട്രാൻസ്ഫോമറിലേക്ക് കയറുന്നത്. അങ്ങനെ ഇൻപുട്ട് AC വോൾട്ടേജ് ഇവിടെ എത്തുന്നു. അത് കഴിഞ്ഞ് ട്രാൻസ്ഫോമറിൽ വരുന്നു. ട്രാൻസ്ഫോമറിൽ നിന്ന് നേരെ ഈ ബോർഡിലേക്കാണ് പോകുന്നത്. ഈ ബോർഡിലേക്ക് ഇവിടേക്ക് വരുന്നു. ബോർഡിൽ ഇവിടെ വന്നതിന് ശേഷം DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ 2 കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. ഈ 2 കപ്പാസിറ്റർ ഫിൽട്രേഷൻ വെച്ച് ചെയ്യുന്നു. പിന്നെ ഒരു ഡയോഡ് കാണാം. 1, 2, 3, 4 ഈ 4 ഡയോഡാണ് ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന AC-യെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ 4. പിന്നെ ഒരു ഡയോഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 12 വോൾട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ് ഇവിടെ, നെഗറ്റീവ് ഇവിടെ. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ റെഡ് വയറുണ്ടോ, ഇവിടെ റെഡ് വയറുണ്ട്. ഈ റെഡ് വയർ, ഈ റെഡ് വയർ ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററി കണക്ട് ചെയ്യുന്നിടത്തുനിന്ന് വരുന്നതാണ്. ഈ സൈഡിലാണ് ബാറ്ററി കണക്ട് ചെയ്യുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നു. ആ പോസിറ്റീവ് നേരെ റെഡ് വയർ വഴി, റെഡ് വയർ ഇവിടെ വന്ന് കയറുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഡയോഡ് വഴി വീണ്ടും ഒന്ന് DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, റെക്ടിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കറണ്ട് യൂസ് ചെയ്താലും നേരെ ഇവിടെ വന്നതിന് ശേഷം ഫിൽട്ടർ ചെയ്യുന്നു. ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഈ ഫ്യൂസ് ത്രൂ ആണ്, ഈ ഫ്യൂസ് ഉണ്ടോ, ഫ്യൂസ് ത്രൂ ആണ് വീണ്ടും ഈ ബോർഡിലെ സപ്ലൈയിലേക്ക് പോകുന്നു. ബോർഡിന് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയർ ഓൺ ആകില്ല, ഈ ബോർഡിലേക്ക് സപ്ലൈ വരത്തില്ല. അതുപോലെ തന്നെ ഈ ഫ്യൂസ് പോയി കഴിഞ്ഞാലും നമുക്ക് മെയിൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും കിട്ടത്തില്ല. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡിലാണ് നമുക്ക് കൺട്രോൾസിൻ്റെ പ്രീആംപ് സെക്ഷൻ ഈ ബോർഡിലാണുള്ളത്. ഈ ബോർഡിലാണ് പ്രീആംപ് സെക്ഷൻ ഉള്ളത്. അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാസ്, ട്രിപ്പിൾ കൺട്രോളിൻ്റെ ബോർഡും ഇവിടെ തന്നെയാണ്. അതിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നത് ഈ ബോർഡിൻ്റെ ഈ ഭാഗത്താണ്. ഇവിടെ പ്രീആംപ് സെക്ഷൻ അതും ഇവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ വോളിയം കൺട്രോളുണ്ട്. പിന്നുള്ളത് ഇത് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറാണ്. ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ഇത് 4 ohm ആണ്. ഈ കാണിച്ചേക്കുന്നത് 4 ohm ആണ്. ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഈ യെല്ലോ വയർ കണക്ട് ചെയ്യുന്നത് 4 ohm ആണ്.
അപ്പോൾ ആ യെല്ലോ വയർ നേരെ വന്നേക്കുന്നത് ഈ 4 ഓമിലേക്ക് കണക്ട് ചെയ്യാനുള്ള സ്ക്രൂ കണക്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. കാണിച്ചു തരാം. യെല്ലോ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 4 ഓം എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ 4 ഓം എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെയാണ് യെല്ലോ വയർ കണക്ട് ചെയ്തേക്കുന്നത്. യെല്ലോ വയർ നേരെ കണ്ടോ, ഇതാണ് കണക്ട് ചെയ്തേക്കുന്നത്. യെല്ലോ വയർ ഇതാണ്, അത് 4 ഓമിലേക്കാണ്. പിന്നുള്ളത് 8 ഓമാണ്. ഈ ഗ്രീൻ കളർ വയർ കണക്ട് ചെയ്തേക്കുന്നത് 8 ഓമിലേക്കാണ്. അത് നേരെ എൻ്റെ അടുത്തിപ്പുറത്ത് ഈ ഭാഗത്തുണ്ട്. ഇത് ഗ്രീൻ വയർ, അത് 8 ഓമിലേക്ക്. പിന്നുള്ളത് റെഡ് വയറാണ്. റെഡ് വയർ കണക്ട് ചെയ്തേക്കുന്നത് 16 ഓമാണ്. അതിതാണ് 16 ഓം. ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇവിടെ 16 ഓമിൽ. പിന്നുള്ളത് ബ്ലാക്ക് കോമൺ എന്നുള്ളതാണ്, ബ്ലാക്ക് വയർ. അത് നേരെ കണക്ട് ചെയ്തേക്കുന്നത് ഇവിടെ കോമ്, അതുപോലെ തന്നെ 100 വോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് വരുന്ന ബ്ലാക്ക് വയർ, ഈ വരുന്ന ബ്ലാക്ക് വയർ നേരെ ഈ 100 വോൾട്ടേജ് എന്ന് എഴുതിയിരിക്കുന്നിടത്തുള്ള കോമിലാണ് കണക്ട് ചെയ്തേക്കുന്നത് ഇവിടെ. പിന്നെ 100 വോൾട്ട് എന്ന് എഴുതിയിട്ടുള്ളത് വൈറ്റ് വയർ നേരെ ഈ 100 വോൾട്ടിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളത് ഇവിടുത്തെ കോമാണ്. ഇപ്പം 4 ഓം, 8 ഓം, 16 ഓം നമ്മൾ കാണിച്ചായിരുന്നു വയറിങ്. ഈ കോമാണ്. ഈ കോമ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുണ്ട് ഇവിടത്തേക്കാണ്. ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവ്, എല്ലാത്തിൻ്റെ നെഗറ്റീവ് കൊണ്ടുവന്ന് ഈ ബോഡിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിലുള്ള ബാറ്ററിയുടെ പോസിറ്റീവ്, ബാറ്ററിയുടെ നെഗറ്റീവ്. ഈ നെഗറ്റീവും നേരെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കോമൺ എഴുതിയേക്കുന്ന ഇതിൻ്റെ നെഗറ്റീവ് നേരെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നെഗറ്റീവായിട്ടുള്ള എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കോമൺ എന്ന് പറയുമ്പോൾ ഈ ബാറ്ററി നെഗറ്റീവിലേക്കാണ് പോകുന്നത്. ഈ 100 വോൾട്ടിൻ്റെ കോമൺ എന്ന് പറയുമ്പോൾ നേരെ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ ബ്ലാക്ക് ടാപ്പിംഗ് എന്നാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റർ 1K 5% ടോളറൻസ് 5 വാട്ടിൻ്റെ റെസിസ്റ്ററാണ്. വയർ ബൗണ്ട് റെസിസ്റ്ററാണ് കൊടുത്തേക്കുന്നത്. അത് കൊടുത്തേക്കുന്നത് ഈ 16 ഓമിൽ നിന്ന് നേരെ ഇവിടുത്തെ കോമിലേക്കാണ്. ഈ കോമിൽ നിന്ന് ഈ 16 ഓമിലേക്കാണ് ഒരു 1K റെസിസ്റ്റർ, വയർ ബൗണ്ട് റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. 5 വാട്ട് റെസിസ്റ്റർ. ഒരു 32 വർഷം പഴക്കമുള്ളൊരു ആംപ്ലിഫയറാണ്. അഹൂജയുടെ ഒരു മോഡലാണിത്. SSB-45M എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് മാസ്റ്റർ കൺട്രോളറില്ല. ഇതിനകത്ത് ഓരോ മൈക്കിന് കൺട്രോളുണ്ട്. ഇത് മൈക്ക് 1ൻ്റേതാണ്, വോളിയം കൺട്രോളാണ്. ഇത് മൈക്ക് 2ൻ്റെ വോളിയം കൺട്രോൾ. ഇത് മൈക്ക് 3ക്ക് ഉള്ള വോളിയം കൺട്രോളും. അതേപോലെ തന്നെ ഈ സെലക്ടർ സ്വിച്ച് ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിലായിട്ട് കണക്ട് ചെയ്തേക്കുന്ന അതിൻ്റെ വോളിയമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഉള്ളത് ബാസ് കൺട്രോളാണ്, ട്രിപ്പിൾ കൺട്രോൾ. ഇതിന് മാസ്റ്റർ എന്നൊരു വോളിയം കൺട്രോളില്ല. നമുക്ക് ഓരോ മൈക്കിനും ഇൻഡിവിജ്വലായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള വോളിയം മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്നിച്ചൊന്ന് ജസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള വോളിയമില്ല. പഴയ മോഡലാണ്, വളരെ വളരെ പഴയ മോഡലാണ് അഹൂജയുടെ. നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നല്ല ആംപ്ലിഫയറാണ്. ഇതിൻ്റെ പവർ ആംപ്ലിഫയർ സെക്ഷൻ ഇതാണ്. ആംപ്ലിഫിക്കേഷൻ നടക്കുന്ന ബോർഡ് ഇതാണ്. ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.